ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഉച്ചയ്ക്ക് ശേഷം എന്തൊക്കെയാണ് ചെയ്യുകയെന്ന് കാണിച്ചു തരാം. ഇതെല്ലാ ദിവസവും ഒരുപോലെയൊന്നുമല്ല, പക്ഷെ ഇന്നത്തെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഹോസ്റ്റലിലാണ്, അത് വേറെ കാര്യം കേട്ടോ. പാത്തു അമ്മ കരയുന്നുണ്ടാ? എന്താ കണ്ടു? ഇവളുടെ പേരാണ് പാത്തു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും താഴെയുള്ള പുത്രിയാണ് അവൾ. ഇപ്പം എല്ലാവരും ചിരിച്ചെന്താന്ന് വെച്ചാൽ എന്നെ അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞതിൻ്റെ റിയാക്ഷനാണ്. അമ്മയ്ക്ക് കാല് വേദനയെടുത്ത് മസാജ് ചെയ്യുമ്പോൾ കുഞ്ഞായിരിക്കണം ഇവള് വിചാരിക്കുന്നത് ഞാൻ അമ്മയുടെ കാലെടുത്ത് ഒടിക്കുകയാണെന്നാണ്. അതുകൊണ്ടാണ് ഇവൾ കരയുന്നത്. അവളെ സമാധാനിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് ഞാനും നവ്യയും അമ്മയൊക്കെ കൂടെ മാങ്ങ പൊട്ടിക്കാൻ പോയി. അച്ഛൻ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ധൃതി പിടിച്ചെല്ലാം കൂടെ പൊട്ടിച്ചത്. പക്ഷെ അച്ഛൻ വന്നില്ല. പിന്നെ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ മാവിയും ചക്കയും കായും എല്ലാ സാധനങ്ങളും ഉണ്ടായാൽ എല്ലായിടത്തേക്കും കൊടുക്കും. എൻ്റെ വീട്ടിലും അങ്ങനെയുണ്ട്. ഞങ്ങളെല്ലാ എന്തുണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും കേട്ടോ. ഞാനവിടെ കുത്തിയായി നിൽക്കുന്നത് കൊണ്ട് അമ്മ എന്നെ കഞ്ഞിവെള്ളം എടുക്കാൻ പറഞ്ഞേച്ചു. അപ്പുറത്തെ വീട്ടിൽ കഞ്ഞിവെള്ളം എടുക്കാൻ പോയി വന്നപ്പോഴത്തേക്കും മാങ്ങയൊക്കെ പൊട്ടിച്ച് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായി. കുറേ പഴുത്ത മാങ്ങയും കൂടി ഉണ്ടായി. അത് കഴിഞ്ഞ് ആടിനെ ഇറക്കാൻ പോയി. ആടിനെ കൂട്ടിൽ നിന്ന് ഇറക്കി നോക്കുമ്പോൾ ആ കുഞ്ഞ് ആട്ടുംകുട്ടികളൊക്കെ അപ്പുറത്ത് പപ്പിയുടെ കൂട്ടിലാണ് പോയി. അവിടെ കുഞ്ഞൊരു ഹോളുണ്ട്. ഇവറ്റങ്ങൾ ചെറുതുങ്ങളെല്ലാം കൂടെ ആ ഓട്ടയിൽ കൂടെ പപ്പിയുടെ അടുത്ത് പോയി പപ്പിയുടെ അടുത്ത് ചോറ് തിന്നാൻ പോകും. ഇവർക്ക് ഈ മീനും ഇറച്ചിയും മുട്ടയൊക്കെ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ആടാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ആട്. ഇതിൻ്റെ ഇടയിൽ കണ്ടത് ടിൻറ്റുവാണ്, എൻ്റെ വീട്ടിലെ അടുത്ത അംഗം. അവനൊരു 5 വയസ്സാണ്ട് ആയിക്കണു. കുറച്ച് വയസ്സായ പൂച്ചയാണ്, പാവാട്ടോ. ആടിനെ വെള്ളം കാട്ടിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പണി. എൻ്റെ വീട്ടിലുള്ള ആടുകളൊക്കെ ഇച്ചിരി നീളം കൂടി ചെവിയുള്ള ആടുകളാട്ടോ. ഒരു പ്രത്യേക ഏതോ ഒരു തരം ഇനം ഉള്ള ആടുകളാണ്. ഞാൻ വീടെടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇരുന്ന് ചിരിയാവുന്നുണ്ട്. എന്നിട്ട് പണിയും കൂലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കാപ്പി മാറ്റി പിടിച്ച് ഷേക്ക് കുടിച്ചു ഇന്ന്. അതിനുശേഷം കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായി. അങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ പോയി.